നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നാണ് ആസൂത്രണ പ്രക്രിയ. അതിന് വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്ന ആസൂത്രണ കമ്മീഷനെ 2015 നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കി. അത് വലിയൊരു നയപരമായ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അടച്ചുപൂട്ടുക എന്നത്. പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. അതോടെ ദശകങ്ങളായി നിലനിന്നിരുന്ന പദ്ധതിയേതര വിഭജനം കേന്ദ്ര ബജറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. സാങ്കേതികവും ശാസ്ത്രീയവുമായ ആസൂത്രണത്തിന് പകരം ബജറ്റ് വീതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ധനമന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്കെത്തി. കേന്ദ്രത്തിൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആസൂത്രണ ബോർഡുകൾ പിരിച്ചുവിട്ടു. ബജറ്റുകളിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ആസൂത്രണം ഉപേക്ഷിക്കുന്നതിലൂടെ റവന്യൂ ചെലവുകൾ കുറക്കാനാവുമെന്നും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്കായി മൂലധന ചെലവ് മാറ്റിവെക്കാനാവുമെന്നുമാണ് അന്ന് ഇതിൻ്റെ വക്താക്കൾ ഉയർത്തിയ പ്രധാന വാദം. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി NIPFP നടത്തിയ പുതിയ പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 സംസ്ഥാനങ്ങളുടെ ശരാശരി മൂലധന ചെലവ് മൊത്തം ചെലവിൻ്റെ 12.8% ആസൂത്രണ ബോർഡുകൾ നിർത്തലാക്കിയതിന് ശേഷമുള്ള 2017-18 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ ഇത് 11.3% കുറഞ്ഞു. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ ഇത് 12.2%-ത്തിലെത്തിയെങ്കിലും ആസൂത്രണ ബോർഡുകൾ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും പിന്നിലാണ്. ചുരുക്കത്തിൽ ആസൂത്രണ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചതുവഴി സംസ്ഥാനങ്ങളിൽ മൂലധന നിക്ഷേപം വർദ്ധിച്ചില്ല, അത് കുറയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.